നമ്മുടെ വേദയോട് തട്ടിക്കയറി മുറി പോയി അടച്ച് വാതിലടച്ച് കുറ്റിയിടുമ്പോൾ നമ്മുടെ വേദ ഒന്നും വിചാരിക്കാതെ തന്നെ റൂമിൽ കൊണ്ടുപോയി ബാഗൊക്കെ വെച്ചിട്ട് വൈകുന്നേരം കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് ജഗ്ഗിനകത്ത് റൂമിലേക്ക് കയറി വരികയാണ്. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നമ്മുടെ വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ് കിടക്കേണ്ടത്? അച്ഛമ്മ എന്നോട് ഇവിടെയാണ് കിടക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പം വിക്രം ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. നമ്മുടെ വേദേനെ ഇങ്ങനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുകയാണ്. ഞാനിവിടെ അല്ലാതെ എവിടെയാണ് കിടക്കേണ്ടത്? ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നുള്ളൂ. ഇനി ഇവിടെ കിടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും പണി ഒപ്പിച്ചെന്നാലും അതിനുള്ള വഴിയും എനിക്കറിയാൻ ഇങ്ങനെ വേദ പറയുമ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എന്നെ ഒന്ന് വിഷമിപ്പിക്കാതെ നീ ഇറങ്ങിപ്പോടി എന്ന് പറയുന്നുണ്ട്. എന്താ വിക്രം ഇങ്ങനെ? തറവാട്ടി വെച്ചിട്ട് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതല്ലേ? എല്ലാ ചടങ്ങുകളും ഫസ്റ്റ് നൈറ്റ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞതല്ലേ? ഫസ്റ്റ് നൈറ്റോ? നമ്മളുടേതോ? നമ്മൾ ആ റൂമിൽ ഒന്നിച്ചായിരുന്നില്ലേ? ഒന്നിച്ചായിരുന്നു. നമ്മുടെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിനക്കും അറിയാം എന്നിങ്ങനെ പറയുവേ. വെറുതെ വേഷം കെട്ടെടുക്കല്ലേ എന്നിങ്ങനെ നമ്മുടെ വിക്രം പറയാണ്. വേഷം കേട്ടോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എൻ്റെ നെറ്റിയിലെ പൊട്ട് ഞാൻ മാറ്റിയത്, നമ്മുടെ മുടി അഴിച്ചിട്ടത്, അതുപോലെ മുല്ലപ്പൂ പൊട്ടിച്ചിട്ടത്. അതൊക്കെ നമ്മളുടെ ഒരു നാടകമല്ലായിരുന്നു എന്നിങ്ങനെ വിക്രം പറയുകയാണേ. എന്ത് നാടകം? അത് നമ്മുടെ ഒരു നാടകമല്ലായിരുന്നോ? നാടകമോ? നാടകം തന്നെ. അച്ഛമ്മേനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കളിച്ച തട്ടിപ്പല്ലേ അത്? വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് എന്നെ നാണം കെടുത്തല്ലേ കേട്ടോ എന്നിങ്ങനെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുകയാണ്, ഇതിലെന്താ ഇതിനിപ്പോൾ ഇത്ര നാണം കെടാനുള്ളത്? നിനക്കുണ്ടാവില്ല, പക്ഷേ എനിക്കുണ്ട്. നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ വേറെ ആരോ ആണ്, ഞാനും വേറെ ആരോ ആണ്. അത് തന്നെയാണ് ശരി. വേഗം ഇറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്താണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ചാടി എണീക്കുകയാണേ. ഇപ്പം കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ ഫോൺ എടുക്കുവേ. നീ ആരെയാണ് വിളിക്കുന്നത്? ഞാൻ അച്ഛമ്മേനെ തന്നെയാണ് വിളിക്കുന്നത്. നീ ആ മുതുക്കിത്തള്ളേനെ എന്തിനാ വിളിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഫോൺ എടുത്തതും ഇതാണ് കേൾക്കുന്നത്. ആരാടാ നിൻ്റെ മുതുക്കി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛമ്മ രംഗപ്രവേശനം ചെയ്യാണ് കേട്ടോ. ആരാടാ മുട്ടാളം മുതുക്കി? നിൻ്റെ അച്ഛൻ വരെ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. വെട്ടുപോത്തെ, കൊമ്പൻ ചില്ലി, തടിയം പാറ്റേ, ചീവീട് മോറ, അരണ ബുദ്ധി എന്നിങ്ങനെ ഈ വായി വരാത്ത വാക്കുകളെല്ലാം നമ്മുടെ വിക്രത്തിനെ വിളിച്ചു കഴിഞ്ഞു. മോളെ വേദേ, എന്താ അവൻ്റെ പ്രശ്നം? അത് നീ ആദ്യം എൻ്റെ അടുത്ത് പറയാൻ പറയുവേ. അന്നത്തേക്കിന് മുത്തശ്ശി എന്നോട് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയെന്ന് പറയുവേ. അവൻ അങ്ങനെ പറഞ്ഞോ? വീണ്ടും എന്നെ അങ്ങോട്ടേക്ക് വരുത്താനുള്ള പണിയാണോ നിങ്ങൾ നോക്കുന്നത്? അടുത്ത ബസ് കയറി ഒരു വരവ് കൂടി ഞാൻ വരേണ്ടി വരും, അല്ലേടാ മരമാക്രി എന്ന് പറയുമ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, അത് ഞാനിങ്ങനെ സോറി എന്നൊക്കെ പറയുവേ. മോളെ വേദേ, നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ അവനെ വിളിച്ച പേരുകളൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിക്കണം. അവൻ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ എന്നെ വിളിച്ചാൽ മതി, കേട്ടല്ലോ എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പം എല്ലാത്തിനും തലയാട്ടിക്കൊണ്ട് നമ്മുടെ വേദയും നിൽക്കുകയാണ്. നമ്മുടെ വിക്രത്തിനാണെങ്കിൽ ആകെപ്പാടെ മൊത്തത്തിൽ പൂട്ടിയിട്ട എന്ന അവസ്ഥയിലായി നമ്മുടെ വിക്രം. അപ്പോൾ ഇനി എന്താ വേണ്ടത്? കിടക്കണോ അതോ പോണോ? കിടന്നേക്ക്, പക്ഷെ ദൂരെ മാറി കിടക്കണം. എന്താണോ ഇത്, തീണ്ടായ്മയോ? നിന്നോട് എനിക്ക് തീണ്ടായ്മ തന്നെയാണ്. നിന്നോടുള്ള മനസ്സിന് ഒരിക്കലും മാറാനും പോകുന്നില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ മനസ്സ് മാറിയിട്ടാണെന്ന് നിങ്ങൾ കരുതിയോ എന്നിങ്ങനെ വേദയും ചോദിക്കുവേ. പാവം അവിടെ നാട്ടിലുള്ള അച്ഛമ്മേനെ ഓർത്തിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് വേദ പറയുന്നത്. എന്താണെങ്കിലും അച്ഛമ്മയിട്ട പേരുകളൊക്കെ കൊള്ളാം. കൊമ്പൻ ചെല്ലി, തടിയൻ പാറ്റ, ചീവീട് മോറൻ. എന്നാൽ ചീവീട് മോറൻ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം കട്ടിലും വേദ താഴെയായിട്ട് കിടന്നുറങ്ങുകയാണ്. ചിരിക്കാതെ കിടന്നുറങ്ങടി എന്ന് വീണ്ടും പറയുമ്പം ശരിയായിരുന്ന കുത്തി എന്ന് നമ്മളെ വേദ വീണ്ടും പറയുന്നുണ്ട്. നമ്മുടെ വേദ കിടക്കുകയാണേ. അന്നത്തേക്ക് നമ്മുടെ വിക്രവും ദേഷ്യപ്പെട്ടിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് ചാടി എണീച്ചിട്ട് ചവിട്ടാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും കണ്ണ് തുറന്നിട്ട് വേദ വരുവേ പേടിപ്പെടുത്തും കേട്ടോ. പിന്നെ വീണ്ടും തിരിച്ച് നമ്മുടെ വിക്രം കട്ടിൽ തന്നെ കിടക്കുവേ. പിന്നീട് രാവിലെ ആയി കേട്ടോ. നമ്മുടെ വിക്രം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ കമലമ്മ വന്ന് നമ്മുടെ വിക്രത്തിന് വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. പതിയെ നമ്മുടെ വേദ അങ്ങോട്ട് രംഗപ്രവേശനം നടത്തുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ വിക്രത്തിന് കോള് വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശ്രീനിധി സാറിൻ്റെ വീട്ടിൽ പോയിട്ടേ വരത്തുള്ളൂ. അതിന് ശേഷം അവിടെ സാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് സാറിൻ്റെ കൂടെ വെളിയിലും പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇയാളുടെ ഈ പോക്കൊന്ന് തടയണമല്ലോ, ശ്രീനിധി സാറുമായിട്ടുള്ള അടുപ്പമൊന്ന് തടയണമല്ലോ, അതെന്താ ഒരു വഴി എന്നിങ്ങനെ ആലോചിക്കുമ്പം പെട്ടെന്ന് തന്നെ പറയാനാണ്, അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ വന്നു കഴിയുമ്പം അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം താലികെട്ടും ഇതൊക്കെ കഴിഞ്ഞതല്ലേ തറവാട്ടമ്പലത്തിൽ വെച്ചിട്ട്, അതിനൊന്നുകൂടെ പുഷ്ടിപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് താലികെട്ട് നടത്തിയ അമ്പലത്തിൽ
അമ്പലത്തിൽ പോയി ഒന്നുകൂടൊന്ന് പ്രാർത്ഥിക്കണം, വഴിപാടുകളൊക്കെ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ വേദ അമ്മയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അതിനെന്താ മോളെ, നമുക്ക് പോകാമല്ലോ എന്നിങ്ങനെ പറയുമ്പം വേദ പറയുകയാണ്, അത് നമ്മൾ പോകുന്നത് ശരിയാവില്ല അമ്മേ, ഭാര്യയും ഭർത്താവും കൂടെ പോകണമെന്നാണ് എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ വിക്രം ഞെട്ടുകയാണേ. ആ അതെ, അച്ഛൻ എന്തെങ്കിലുമൊക്കെ പേര് പറയും, നീ അതൊന്നും കേട്ടിട്ട് വിളിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്നിങ്ങനെ പറയേ. വേണ്ടാത്ത പേരുകളൊന്നും വിളിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. മോള് വിളിച്ചോട്ടെ, നിനക്കെന്താ എന്നൊക്കെ പറയുവേ. എന്താണെങ്കിലും ശരി, ഇന്ന് അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ എന്ന് കട്ടൻട്രി പിടിക്കുകയാണ് നമ്മുടെ വേദയെ. അമ്പലത്തിലോ പോയത് തന്നെ എന്നിങ്ങനെ വിക്രവും പറയുന്നുണ്ടേ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്, നിനക്കെന്താ പോയാൽ എന്നിങ്ങനെ അമ്മ ചോദിക്കുമ്പം ആ തള്ള അങ്ങനെ പലതും പറയും, അതൊക്കെ കേട്ട് തുള്ളാൻ നിൽക്കണോ എന്നിങ്ങനെ വിക്രം അമ്മയോട് ചോദിക്കുവാണേ. നിൻ്റെ അച്ഛമ്മ അത്, നീ അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ എന്ന് കമലമ്മ വിക്രത്തിനെ വിളിച്ച് വഴക്ക് പറയും കേട്ടോ. അപ്പം നമ്മുടെ വേദ പറയുകയാണ്, അതെ, അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പകരം വിളിക്കാൻ പറഞ്ഞ പേരുകളൊക്കെ ഞാനും വിളിക്കേണ്ടി വരും എന്നിങ്ങനെ നമ്മുടെ വേദ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അമ്മ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനത്തെ പേരുകൾ ഒന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും വേദ പറയാനായിട്ട് ഒരുങ്ങുവാണ്. അതൊന്നും ഇല്ല അമ്മേ എന്നിങ്ങനെ വിക്രം ഇടങ്കോലിട്ട് കൂട്ടോ നടുക്ക്. ശരി, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, 70 കഴിഞ്ഞ ആ യുവതി പറയുന്നത് കേൾക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ പറയേ. പറഞ്ഞ കേൾക്കണ്ട, അമ്പലത്തിലൊന്നും വരാനില്ല പറഞ്ഞോളൂ എങ്ങനെ വേദ വീണ്ടും പറയും കേട്ടോ. അതിനിപ്പോൾ എന്താ ഇത്ര കുഴപ്പം എന്നിങ്ങനെ അമ്മ ചോദിക്കേ. എനിക്ക് വേറെ ജോലിയുണ്ട്, ഇവളെ കൊണ്ട് നാട് ചുറ്റാനൊന്നും എനിക്ക് വയ്യ. പക്ഷേ അച്ഛമ്മ ഏൽപ്പിച്ച കുറേ വഴിപാടുകളുണ്ട് എന്നിങ്ങനെ വേദ പറയും കേട്ടോ. അത് അമ്മ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നീ ഒറ്റയ്ക്ക് അങ്ങ് പോയി ചെയ്താൽ മതി എന്ന് പറയേ. അങ്ങനെ ഒറ്റയ്ക്ക് പോയി ചെയ്യാനായിരുന്നെങ്കിൽ ഞാനങ്ങ് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്താൽ പോരായിരുന്നോ, നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടതാണ് അമ്മേ എന്നിങ്ങനെ പറയുവേ. അപ്പം ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകണം, ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം എന്നൊന്നും അല്ലല്ലോ പറയുന്നത് എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. അയ്യടാ, സിനിമയ്ക്ക് ഇവിടെ കൂട്ടിട്ട് സിനിമയ്ക്ക് പോകാനോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നിർത്തടാ അവിടെ. ഒന്നുമല്ലെങ്കിലും ഇവള് നിൻ്റെ ഭാര്യയല്ലേ, കുറച്ച് നാൾ അകന്ന് താമസിച്ചെങ്കിലും ഇപ്പോൾ എല്ലാം ഒന്നും നേരെയായിട്ട് വരികയല്ലേ. അത് അമ്മ ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ വേദ തലക്കെട്ട് വെച്ച പോലെ നേരത്തെ പറഞ്ഞു കൊടുക്കുവാണേ. ഈ വിക്രം ചിലപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നും കൂടെ പറഞ്ഞു കളയും അമ്മേ, അത്രയ്ക്ക് ക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കരയുവാണേ. കരയുന്ന പോലെ ആക്ഷനാണ് കേട്ടോ. ആ മനസ്സിലുള്ള ക്രൂരതയും അക്രമവാസനയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വഴിപാട് കൂടെ കഴിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഒരു ഒഴിവ് കഴിവും പറയണ്ട. വിക്രം, നീ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേദയായിട്ട് പോയിട്ട് വരാൻ നോക്ക്. ഓഹോ, അമ്മ അച്ഛനമ്മയെ പോലെ ഓർഡർ ഇടാൻ നോക്കുകയാണെന്ന് ചോദിക്കും. അതെ, ഒന്നുമല്ലെങ്കിൽ നീ താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. ഞാൻ കൂട്ടിക്കൊണ്ടൊന്നും വന്നിട്ടില്ലെന്ന് പറയേ. ശരി, ഓക്കെ, കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല, താലി കെട്ടിയല്ലോ. അത് ശരിയാ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. ഇന്ന് നീ വേദയോടൊപ്പം പോയില്ലെങ്കിൽ ഇനി നീ എന്നോട് മിണ്ടാൻ വരണ്ട, പറഞ്ഞേക്കാം എന്നിങ്ങനെ നമ്മുടെ കമലമ്മ പറഞ്ഞ് മിണ്ടാതിരിക്കുവാണ്. ഇത് വല്ലാത്തൊരു കാര്യമായി എന്ന് പറഞ്ഞുകൊണ്ട് തലയിട്ട് നമ്മുടെ കൈ കൊണ്ടൊക്കെ ചൊറിഞ്ഞ് ദേഷ്യം കാണിക്കുകയാണ് വിക്രം. ശരി, കൊണ്ടുപോയേക്കാം, പോരെ എന്ന് പറഞ്ഞുകൊണ്ട് എണീച്ച് പോവേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറയുന്നുണ്ട്. നമ്മുടെ വേദയ്ക്ക് സന്തോഷമായി കേട്ടോ. ഞാൻ റെഡിയായി വന്നേക്കാമേ എന്നിങ്ങനെ പറയും. ശരി എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വേദയും കമലമ്മയും കൂടെ കൈ അടിക്കുന്നുണ്ട്. ഇത്ര ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഒരു മാലാഖയെ പോലെ നമ്മുടെ സെറ്റ് മുണ്ടും സാരിയൊക്കെ ഉടുത്ത് ചെറിയ മാലയൊക്കെ ഇട്ട് നമ്മുടെ വേദ ഇറങ്ങി വരിക കേട്ടോ. ഒരു നിമിഷം ഒന്ന് കണ്ണ് മഞ്ഞളിച്ച് നമ്മുടെ വേദേനെ വിക്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോട്ടം ശരിയല്ലെന്ന് മനസ്സിലായ വേദ കണ്ണുകൊണ്ട് ഇങ്ങനെ പിരിയം കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ലാന്ന് പെട്ടെന്ന് തന്നെ കണ്ണ് മാറ്റിയിട്ട് വിക്രം ചെന്ന് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കമലം അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അമ്മയും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ബൈക്കിൽ കയറി പോവുകയാണ്. നമ്മുടെ വേദ കയറി ഇരുന്നതും ഒന്ന് മുട്ടുവേ, അപ്പുറത്തേക്കും വിക്രം ഒന്ന് പൊങ്ങിയിരിക്കും കേട്ടോ. മുട്ടുന്നൊന്നും എനിക്കിഷ്ടമല്ല, നീ അവിടെ നീങ്ങിയിരിക്കാൻ പറയേ. സുന്ദരിയായ ഒരു യുവതി ബൈക്കിൻ്റെ പുറകിലിരിക്കുമ്പോൾ ഈ കട്ടറി കൊണ്ട് ഇറക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതും ചെയ്തേക്കല്ലേ എന്ന് പറയേ. സുന്ദരിയോ നീയോ എന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാനേ സെറ്റ് മുണ്ടും എടുത്ത് ഇറങ്ങിയപ്പോഴത്തേനും കണ്ണും വീഴ്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഇങ്ങനെ പറയുവേ. അത് ഞാൻ അച്ഛൻ്റെ വാഴത്തോപ്പിലേക്ക് കറക്റ്റാണല്ലോ എന്ന് കരുതി നോക്കിയതാണെന്നിങ്ങനെ പറയുവേ. ഓഹോ, അത് ശരി, ഒന്ന് പോടാ എന്നിങ്ങനെയൊക്കെ പറയുവേ. അന്നേരത്തേക്കിനാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇടയ്ക്ക് മുന്നേ ഒന്ന് പോയിട്ട് വരാം വിക്രു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ വേദനയെ വെച്ചിട്ട് വിക്രം വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇപ്പോൾ വളരെ പതുക്കെയാണല്ലോ ഓടിക്കുന്നത്, ഇതിനെ കഴിഞ്ഞും വേദ നടന്നു പോകുന്നതായിരുന്നു. അയ്യോ, ഇനി അഥവാ വല്ല കട്ടറിലോ ഹമ്പിലോ വല്ല വീണെന്നാൽ നീ മനഃപൂർവ്വം അത് ചെയ്തതാണെന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയേ.
നമ്മുടെ വേദയും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. എന്നെ ഇരുത്തി ഒരുപാട് നേരം ബൈക്കിൽ കൊണ്ടുപോകാനാണെന്നും പറയാലോ എന്നിങ്ങനെ പറയാം. നിന്നെയോ ബൈക്കിലിരുത്തി കുറേ ദൂരം കൊണ്ടുപോകാനോ എന്നൊക്കെ പറയുന്നുണ്ടേ. എടി, ഒരു കൊട്ടയിൽ നിറച്ച് ചെളിയായിട്ട് ബൈക്കിന് പുറകെ വെച്ച് ഓടിക്കുവാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെങ്ങനെ ഓടിക്കും? പതുക്കെയല്ലേ ഓടിക്കുള്ളൂ. അത് തട്ടി ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ദേഹം മുഴുവൻ ചെളിയാകത്തില്ലേ? അതുപോലെയാന്ന് പറയുവേ. അപ്പം ഞാൻ വേസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ വേദ ചോദിക്കുവേ. അത് തന്നെ, വേസ്റ്റ് ആണെന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈ എടുത്ത് വിക്രത്തിനെ ദേഹത്തെല്ലാം കിളിയാക്കുവേ പുറകിൽ. വിക്രം പതിയെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുക, ഏത് അമ്പലത്തിലിട്ടാണ് പോകേണ്ടത് നിന്നൊന്ന് പറഞ്ഞു തൊലയ്ക്കുക ഇങ്ങനെ പറയേ. ഉമാമഹേശ്വര ക്ഷേത്രം. അത് വളരെ ദൂരത്തിലാണല്ലോ, അത്രയും ദൂരത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം എനിക്ക് മാത്രമല്ല നമുക്ക് രണ്ടാൾക്കും കൂടെ പോകാനുള്ളതാ എന്നിങ്ങനെ പറയുവേ. പോകാൻ പറ്റത്തില്ലെങ്കിലേ അച്ചമ്മയോട് പറ, ഞാൻ അച്ചമ്മയ്ക്ക് ഇപ്പോൾ ഫോൺ വിളിച്ച് തരാം എന്നിങ്ങനെ പറയേ. നിൻ്റെ ഒരു അച്ചമ്മ, പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോവുകയാണ്. അപ്പം നമ്മുടെ വേദയ്ക്ക് സന്തോഷമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ടേ. ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ രാധയുടെ അതുവഴിയാണ് പോകുന്നത്. രാധ ഇങ്ങനെ ഓട്ടോയിലിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും അതുവരെ കൈയൊന്നും പിടിക്കാതിരുന്നത് നമ്മുടെ വേദ വിക്രത്തിൻ്റെ തോളത്തിങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ രാധേനെ തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. പാവം രാധയ്ക്ക് ആകെപ്പാടും ദേഷ്യവും സങ്കടമൊക്കെ വന്നു കേട്ടോ. നമ്മുടെ വിക്രം കൈയൊക്കെ എടുക്കടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വണ്ടി ഓടിച്ച് വരികയാണ്. എന്നാൽ മധ്യസ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ പോലീസിൻ്റെ ചെക്കിങ് കൊണ്ട് കേട്ടോ. ഓരോരുത്തരെയായിട്ട് നോക്കിയിട്ട് കടത്തി വിടുകയാണ്. എല്ലാം ഫുൾ ചെക്കിങ് ആണ്. എന്താണെങ്കിലും നമ്മുടെ വിക്രത്തിനൊരു പറ്റിയിരുന്നു. ഹെൽമെറ്റ് ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഹെൽമെറ്റ് ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത്, അങ്ങോട്ട് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തിക്കുകയാണ്. സാറേ, ഹെൽമെറ്റ് ഇല്ല എന്നിങ്ങനെ വിളിച്ച് പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ പോലീസ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിക്രവും വേദയാവട്ടോ ഒന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ എന്താടാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചിട്ട് നിനക്കറിയത്തില്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ, ഹെൽമെറ്റ് ഇല്ലാതെയൊക്കെ വരില്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ പോലീസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വലിയ ആളായിട്ടൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാണിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറേ, ഞാൻ നിങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഡോക്യുമെൻറ്റ്സ് കാണിക്കാൻ പറയുമ്പോൾ നമ്മുടെ പേഴ്സ് തുറന്നിട്ട് ഡോക്യുമെൻറ്റ്സ് എടുത്ത് കാണിക്കുമ്പോഴത്തേക്കിനും ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഫൈൻ അടച്ചോളാന്ന്. എന്താണെങ്കിലും നമ്മുടെ വേദ ബുദ്ധിമതി ആയതുകൊണ്ട് ഈ സംസാരങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ഫൈൻ അടച്ചോളാം സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ പോലീസുകാരനെ വീണ്ടും മെക്കിട്ട് കയറാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് ഇങ്ങനെ നിനക്കറിയത്തില്ലേടാ, ഇങ്ങനെ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് അറിയത്തില്ല എന്നൊക്കെ ചോദിച്ച് വീണ്ടും നമ്മുടെ വിക്രത്തിനെ ഹറാസ് ചെയ്യുകയാണ്. അതുമാത്രമല്ലേ ഇല്ലാതെ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും എവിടെ, എൻ്റെ കയ്യിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ പേപ്പർ കത്തിക്കുകയാണ്. എന്താണെങ്കിലും വേറെ ഇതെല്ലാം പകർത്തുന്നുണ്ട് കേട്ടോ. തോന്നിയാസം കാണിക്കരുത് എന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാർ തിരിഞ്ഞിട്ട്, തോന്നിയാസം കാണിക്കുന്നത് നീയല്ലേടാ, തോന്നിയാസം എല്ലാം കാണിച്ചിട്ട് പെറ്റി കേസാന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന നീയല്ലേടാ, വാദിക്കാനായിട്ട് ഭാര്യയുടെ പൂർവ്വ കാമുകനായ വക്കീലും. മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കൈ ചൂണ്ടി പറയുന്നുണ്ട്. അയ്യോ, ഞാൻ കുട്ടിയോടൊന്നും പറയത്തില്ല, ഒന്നും അല്ലെങ്കിലും ജഡ്ജി സാറിൻ്റെ മോളല്ലേ. പക്ഷേ ഇവൻ അങ്ങനെ അല്ലല്ലോ, വണ്ടി കൊണ്ട് നടക്കും പോലെയാ നീ ഇവളെയും കൊണ്ട് നടക്കുന്നത് അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുവാണേ. വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ആയിരിക്കും ഇവളെയും കൊണ്ട് നടക്കുന്നത് അല്ലേന്നും ചോദിക്കുന്നുണ്ടേ. വല്ല ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെന്നാ നീ ഇവൾ ആരാന്ന് പറയൂടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. വീഴിപ്പോ അതോ സെറ്റപ്പോ എന്ന് ചോദിക്കുന്നതും വിക്രം ഇങ്ങനെ നമ്മുടെ പോലീസുകാരൻ്റെ തൊണ്ണായിക്ക് പിടിക്കുവാണ്. എന്താണെങ്കിലും നമ്മുടെ വേദ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വിക്രം എന്ന് വിളിക്കുന്നുമുണ്ട്. വേദ, നീ വേഗം വീട്ടിൽ പോ, ഇതെനിക്ക് മനഃപൂർവ്വം തരുന്ന പണിയാ എന്നിങ്ങനെ വിക്രം പറയുകയാണ്. പിന്നീട് നമ്മുടെ പോലീസുകാരൻ അടുത്തുള്ള കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, എല്ലാം പതിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം പതിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം വിക്രം നമ്മുടെ പോലീസുകാരനെ പിടിച്ച് തള്ളുന്നതും നിലത്തിടുന്നതും കൊങ്ങായ്ക്ക് പിടിക്കുന്നതും എല്ലാമാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരൻ്റെ നേർക്ക് കൈ വെക്കുന്നോടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവേ. എന്നിട്ട് മറ്റുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, ഇവനെ പിടിച്ച് എത്രയും പെട്ടെന്ന് വണ്ടി കയറ്റാൻ പറയും കേട്ടോ. നീ പോയി നിൻ്റെ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് വാ, അപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടെന്ന് പറയുവേ. നമ്മുടെ വേദയ്ക്കങ്ങ് സങ്കടം വരുവാണ് കേട്ടോ. കരഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ വേദ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രത്തിൻ്റെ പോലീസ് സ്റ്റേഷനാണ്. കൈയും കാലും എല്ലാം നേരെ മേലോട്ട് പിടിച്ച് കൂച്ചി കെട്ടി കൈയൊക്കെ പുറകിൽ കെട്ടി മലത്തി കിടത്തിയിരിക്കുകയാണ്. മോനെ വിക്രം, നീയും നിൻ്റെ ഉച്ചാളി ശ്രീനിവാസനും കൂടെ വിചാരിച്ചെന്നാൽ സാബുവിനെ അങ്ങ് മൂക്കി കയറ്റി വലിക്കാമെന്ന് വിചാരിച്ചോടാ എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ വിക്രം ഇങ്ങനെ കമ്മന്ന് കിടക്കുക കേട്ടോ. കാല് മേലാക്കി വെച്ച് കെട്ടി വെച്ചേക്കുവാണ്. തല ഇങ്ങനെ താഴ്ത്തി കിടക്കുക കേട്ടോ. കൈയും പുറകെ വെച്ച് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ അവനിങ്ങനെ കിടക്കുകയാണ്.
മയക്കുമരുന്ന് കേസിൽ പിടിക്കാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാനാണ് നീ ശ്രമിച്ചത്. ഇതാണ് കേസെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ശിക്ഷ ഞാൻ തനക്ക് തരുമെന്ന് പറഞ്ഞിട്ട് ലാത്തി എടുത്തിട്ട് തലങ്ങും വിലങ്ങും കാലിനിട്ടും ഒക്കെ അടിക്കുകയാണേ. പോലീസിന് അത്രയും കലി തീരാഞ്ഞിട്ട് നമ്മുടെ ഒരു ബോട്ടിലെടുത്ത് മയക്കുമരുന്നുണ്ട് കേട്ടോ, സിറിഞ്ചും എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കിനും ഇന്നൊരു പോലീസുകാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ ഇത്രയും വേണമെന്ന് ചോദിക്കുന്നുണ്ടേ. ആ വേണം, ഇതിൻ്റെ ബാക്കി ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കൊടുത്തോളാം എന്നും പറയുവാണേ. അവനെ രക്ഷിക്കാൻ പറ്റുന്ന ആരാണെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുവാണേ. സാറേ ഇത് എന്നിങ്ങനെ മറ്റുള്ള പോലീസുകാരൻ പറയുന്നുണ്ടേ. താൻ മാറി നിൽക്കണോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവൻ്റെ അടുത്തോട്ടെ. എന്താണെങ്കിലും സാധനം കൊണ്ട് വന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഓഫീസർ അവിടെ എത്തിയിരുന്നു കേട്ടോ. അന്നത്തേക്കിനും കയ്യിലിരിക്കുന്ന സിറിഞ്ചും അതുപോലെ തന്നെ ബോട്ടിലും കണ്ടു കേട്ടോ നമ്മുടെ SI. അപ്പോൾ പറയുന്നുണ്ട് എന്താണ് ഇതെന്ന് ചോദിക്കേ. അപ്പോഴത്തേക്കിനും പുറകിൽ നിന്ന് സാറ് പറയുകയാണേ, അദ്ദേഹത്തെ പോയി ഇത് കുത്തിവെക്കാൻ പോകുമായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇത് കേട്ടോണ്ട് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരികയാണേ. അങ്ങനെയെങ്കിൽ വിക്രമിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതായിട്ട് കാണിക്കാനായിട്ട് മയക്കുമരുന്നും ഇവരുടെ കയ്യിൽ തന്നെ കാണുമല്ലോ അല്ലേ സാർ എന്നിങ്ങനെ വേദയും ചോദിക്കുന്നുണ്ടേ. അതെ, വിക്രമിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് CI സാറുമായിട്ട് ഞാൻ തന്നെയാണ് വന്നത്. അതെ, വിക്രമിനെ കൊടുക്കാനായിട്ട് സാറിൻ്റെ സ്റ്റേഷനിൽ മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടെന്ന് ഇവിടുന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്നിങ്ങനെ വേദ പറയേ. താൻ എന്തിനാണോ വിക്രമിനെ അറസ്റ്റ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുവേ. അന്നേരത്തേക്കും പറയും ഡോക്യുമെൻ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചേനാന്ന് പറയേ. ഡോക്യുമെൻ്റ് താൻ മേടിച്ച് കത്തിച്ച് കളഞ്ഞതല്ലെന്നും ചോദിക്കുവേ. താൻ കാണിച്ച മണ്ടത്തരം സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പോലീസുകാരൻ സാബു ഇങ്ങനെ ആലോചിക്കുവാണേ. ഇത് മേടിക്കുന്നതും കത്തിച്ച് കളയുന്നതും ഒക്കെ. എന്താണെങ്കിലും വേദ നല്ലൊരു ചിരിയോടുകൂടി നമ്മുടെ സാബു സാറിനെ ഇങ്ങനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്